കുമാരി സുസ്മിത ചാക്കോയ്ക്ക് ഇങ്ങനൊരു അവാർഡ് കൊടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ദൈവം അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും, അത് മുഴുവനായും ചെയ്യാനും പകുതി ചെയ്യാനും കുറച്ച് എല്ലാ രീതിയിലും നമുക്ക് നമ്മളുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ സ്വന്തം ജീവിതത്തെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു ത്യാഗം തന്നെ നമുക്ക് ആവശ്യമാണ്. വളരെയധികം മാനസികമായിട്ട് നമുക്കൊരു ശക്തി, അതൊരു പ്രാർത്ഥനയുടെ രൂപയും കൂടെ വേണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് നൽകാനായിട്ട് സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ചെറിയാനച്ചൻ എൻ്റെ കുമ്പസാരക്കാരനായിരുന്നു. ഞങ്ങളെ ജിസ്യൂത്തിൽ അച്ഛൻ ആദ്യമായിട്ട് ഫുൾ ടൈമർഷിപ്പ് ട്രെയിനിങ്ങിന് വന്നപ്പോൾ അച്ഛനായിട്ടില്ല, അച്ഛനാവാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഫുൾ ടൈമർഷിപ്പ് എന്ന് പറഞ്ഞാൽ ജിസ്യൂത്തിൽ ഒരു വർഷം യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് മാറ്റിവെക്കുന്ന ഒരു സമയമാണ്. പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം മാറ്റിവെക്കും. അവർ പല സ്ഥലങ്ങളിലും പോയി, കോളേജുകളിലും ഒക്കെ യുവജനങ്ങളുടെ ഇടയിൽ അവർക്ക് ദൈവാനുഭവം പങ്കുവയ്ക്കാനും പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ സഹായിക്കാനും വേണ്ടിയാണ് ഫുൾ ടൈമർഷിപ്പിന് ആളുകൾ സമയം മാറ്റിവെക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വൈദിക പഠനം തീരുന്നതിന് മുമ്പായിട്ട് ഒരു വർഷം ഇത്തരത്തിൽ ഫുൾ ടൈമർഷിപ്പിന് പങ്കെടുക്കാനായിട്ട് വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അച്ഛൻകുട്ടിയായിട്ടല്ല തോന്നിയത്. ഒരു എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളിച്ച് കമ്പനി കൂടുന്ന ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല അങ്ങനത്തെ വ്യക്തിത്വങ്ങളെ. എല്ലാവരുടെയും കൂടെ സൗഹൃദത്തിൽ കൂടും. എന്നെ എപ്പോഴും അൽഫോൺസ് ഭായി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാള് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു കോണ്ടാക്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് അച്ഛൻ എടപ്പള്ളി പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് വന്നപ്പോൾ ഞാൻ അച്ഛനോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ സാധാരണ ഏതെങ്കിലും അച്ഛന്മാരുടെ അടുത്ത് സ്ഥിരമായിട്ട് സംസാരിക്കും. അത് ഞാൻ എന്നെ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമുക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ അടുത്ത്, അപ്പോൾ കുറേയും കൂടി നമുക്ക് നമ്മുടെ പല കാര്യങ്ങളിലും വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് അത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെറിയാനച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അൽഫോൺസ് ഭായി എപ്പോൾ വേണമെങ്കിലും പോരെ, നീ എപ്പോഴാണോ തോന്നുന്നത് അന്നേരം ഫോൺ വിളിച്ചാൽ മതി, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അവൈലബിൾ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ചില സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, രാത്രി 10:30-ക്കും 11 മണിക്കൊക്കെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. കാര്യം വേറൊരു സമയം ഒഴിവ് കിട്ടുന്നില്ല. അപ്പോൾ അച്ഛൻ എപ്പോൾ വേണമെങ്കിലും വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം എത്രത്തോളം കാരുണ്യവാനാണ്, ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എത്ര വലുതാണെങ്കിലും നമ്മൾ വചനത്തിൽ എപ്പോഴും കേൾക്കുന്നതാണ്. അതായത് നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് വെണ്മയുള്ളതാക്കി തീർക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. കർത്താവ് പറയുന്ന ആ ഒരു വചനത്തിൻ്റെ ഒരു സ്നേഹഭാവമായിട്ടാണ്, സ്നേഹമൂർത്തി ഭാവമായിട്ടാണ് ചെറിയാനച്ഛനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവിടെ പലരും പറഞ്ഞു ഒരു വിശുദ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അതിനകത്ത് യാതൊരു അതിശയോക്തിയും ഇല്ല. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അവസാനം മരിച്ചു പോകുന്ന സമയത്ത് ഒരു കണക്കും ബാക്കി വെക്കാതെയാണ് എല്ലാം മൈന്യൂട്ട് ചെറിയ കണക്കുകൾ വരെ കൃത്യമായിട്ട് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് അച്ഛൻ പോയിട്ടുള്ളത്. അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ഈശോയ്ക്ക് എങ്ങനെ 1-ാം സ്ഥാനം കൊടുക്കാം. അതൊരു വലിയൊരു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരാം പല വ്യക്തികളുടെ ഇൻസ്പിറേഷനിൽ നിന്നാണ്. ഞാൻ മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ പോലും
വെറുതെ ഫ്രീ ആക്കി കളയത്തില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കി കളയില്ല. ഞാൻ ഒരിക്കലും അച്ഛനിവിടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്ന് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പോരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഈ പുസ്തകങ്ങൾ വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലൊരു ആർട്ട് ഫോം, അത് എനിക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പഴയ ബുക്കുകളൊക്കെ വെച്ചിട്ടൊരു ഇത്, അങ്ങനെ അതാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. എനിക്ക് ഒത്തിരി അതിശയം തോന്നി എങ്ങനെയാണ് അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് അച്ഛനിൽ നിന്നും കിട്ടിയ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛൻ പെട്ടെന്ന് നമ്മളിൽ നിന്ന് അകന്നു പോയി, നമുക്കതൊരു മായാത്ത ഒരു മുറിവാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും അതിൻ്റെതായ വിഷമങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. ഞാൻ റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞൊരു ഗോസ്പൽ മ്യൂസിക് ബാൻഡിൽ ഞാൻ പാടുന്നുണ്ട്. ഞങ്ങൾ റെക്സ് ബാൻഡിൻ്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു മാസത്തോളം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് വേൾഡ് യൂത്ത് ഡേ എന്ന് പറയുന്നൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോയത്. മാർപ്പാപ്പയുടെ മുമ്പിൽ പാടാനും ദൈവത്തിനെ സ്തുതിക്കാനുമായിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഒരു അവസരം. അപ്പോൾ വേൾഡ് യൂത്ത് ഡേയോട് അനുബന്ധിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കും. അങ്ങനെ ഞാൻ പോവുകയാണ്. അപ്പോൾ ആ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലാലേട്ടൻ്റെ കെസനോവ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കി പാട്ടുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യം ഓസ്ട്രേലിയക്ക് തൊട്ട് മുമ്പ് മറ്റൊരു സ്ഥലത്തായിരുന്നു പ്രോഗ്രാം. അപ്പോൾ അവിടെ കൊടും തണുപ്പായിരുന്നു, ന്യൂസിലാൻഡിലായിരുന്നു. കാരണം അവിടെ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറി ഓസ്ട്രേലിയയിലേക്ക് ചെല്ലുക. ആ ഫ്ലൈറ്റിനകത്ത് വെച്ചിട്ട് എനിക്ക് ശക്തമായിട്ടുള്ള വേദന എൻ്റെ കഴുത്തിന് പുറകിൽ അങ്ങ് ആരംഭിച്ചു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ കൈ എനിക്ക് താഴ്ത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി താഴെ കിടക്കുകയുണ്ടായത്. എന്നെ പിടിച്ച് പൊക്കിയാണ് കാറിനകത്തോട്ട് കയറ്റിയാണ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയത്. അത്രമാത്രം വേദനയായിരുന്നു. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാര്യം അവിടേക്ക് ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ കുറേ ദിവസം മുമ്പ് അപ്പോയിൻമെൻ്റ് എടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ തന്നു മരവിപ്പിക്കാനായിട്ട്, വേദന അറിയാതിരിക്കാൻ. അങ്ങനെ പെയിൻ കില്ലേഴ്സ് ഇതെല്ലാം ഒത്തിരി എടുത്തിട്ടാണ് പല പ്രോഗ്രാംസ് തീർത്തത്. എൻ്റെ 2 പേരിൽ നമ്പായി, ഗിറ്റാറ് വായിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, എല്ലാ പരിപാടിയും നിർത്തിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കാണ്, പാരലൈസ്ഡ് ആയി പോകും. അപ്പം ഞാൻ ഒത്തിരി സങ്കടം വന്നു. കാരണം ഈശോയ്ക്ക് വേണ്ടിയാണ് പോയത്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് പോയത്. അവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് അടി കിട്ടിയല്ലോ, എന്താണ് മനസ്സിലാവുന്നില്ല. തിരിച്ചു വന്ന് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് നിർത്തിക്കോളാൻ. അങ്ങനെ അവസാനം കസിനോവ എന്നുള്ള പടം വിടേണ്ടി വന്നു, ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 സിനിമകൾ വന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ കരിയർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി എന്ന് തോന്നുന്ന ഒരു സമയമാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള 1-2 സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്തായാലും നീ വെറുതെ ഇരിക്കുമല്ലേ, വേറെ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല, നീ ഡിവൈനിൽ കിടന്ന് ധ്യാനിക്കാൻ പറ്റും, നീ അവിടെ പോയി ഒരാഴ്ച ഒന്ന് പോയി ധ്യാനിക്കപ്പോൾ നിനക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വചനം എനിക്ക് അവിടെ നിന്ന് കിട്ടി. 1 കൊറിന്തോസ് 15-ാം അധ്യായം 19-ാം വാക്യം. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നിങ്ങളെപ്പോലും നിർഭാഗ്യവാൻ വേറെയില്ല. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിന്നെ പോലും നിർഭാഗ്യം ഇനിയില്ല എന്ന് പറയുന്നത്. ശരിക്കും അന്ന് വളരെ ആഴത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റി. എന്താണ് എൻ്റെ ജീവിതത്തിന്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നത്? ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ്? എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ജീവിതം എങ്ങനെയാണ്? നിത്യജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് അവിടെ വെച്ച് ആ കിടക്കയിൽ വെച്ചിട്ട് എനിക്ക് കിട്ടി. ഞാൻ പരിപൂർണമായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചു. ഞാൻ തുടർന്നുള്ള അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്കാണ് പോയത്, ബാക്കി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അവിടെ കിടന്ന് ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് വന്ന് ഫ്രാൻസിസ് അസീസിയുടെ ഒരു പുസ്തകം കൊണ്ടുവന്ന് തന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്നെ തന്നെ മുഴുവനായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ബോധ്യം വരാൻ തുടങ്ങി. അത് എന്ത് തരം സമർപ്പണമാണെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു മേ ബി ഈ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് എവിടെയെങ്കിലും മിഷൻ
സെൻറ്ററിൽ പോയി മിഷനായിട്ട് പോവുക, ഇതായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെങ്കിലും അസുഖമൊക്കെ ഭേദമായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മെൻറ്ററിങ് തരുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ മിഷനിൽ പ്രവർത്തിക്കുന്ന അച്ഛനാണ്. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ പോയി. അച്ഛൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ട് പോകുന്നു, എന്താണെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ ഒത്തിരി നേരം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കോള് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള കോളുണ്ട്, തന്നെ മിഷന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ ആ മിഷൻ നീ കരുതുന്ന പോലെയുള്ള നോർത്ത് ഇന്ത്യയിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളൊരു മിഷൻ അല്ല. നിന്റെ മിഷൻ നിന്റെ ആ ഇൻഡസ്ട്രിയിൽ തന്നെ നീ ആയിരിക്കുന്നിടത്ത് കർത്താവിന് ശക്തമായിട്ടുള്ള സാക്ഷ്യമാകുവാനായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നീ പ്രാർത്ഥിച്ചുകൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു വന്നു. എനിക്കറിയില്ല ഇനി സിനിമ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എല്ലാ കാര്യത്തെക്കുറിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. ആ ചിന്തയിലേക്കൊക്കെ ഒത്തിരി ചെറിയച്ഛൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കുമ്പസാര വേളയിലൊക്കെ അതെനിക്കൊരു ധ്യാനാനുഭവമായിരുന്നു ഓരോ കുമ്പസാരങ്ങളും. അങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് AR റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത്. ശ്രീനേട്ടനാണ് വിളിച്ചത്, പാട്ടുകാരൻ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അൽഫോൻസ്, AR റഹ്മാന് അദ്ദേഹത്തിൻ്റെ അടുത്ത പാട്ട് താങ്കളെ കൊണ്ട് പാടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനോ പാട്ടോ? കാരണം എൻ്റെ പടത്തിൽ പോലും ഒരു പാട്ട് പാടാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ടുകാരെ കൊണ്ട്, നല്ല പേരുള്ള പാട്ടുകാരെ കൊണ്ട് നമുക്ക് പാടിക്കാം, എന്നാലേ CD ഇതെല്ലാം പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേൾഡ് ഫേമസ് ആയിട്ട് നിൽക്കുന്ന AR റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. എന്താണെങ്കിലും ഇത് ഏതാ സിനിമ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ആകാംക്ഷയായി. കാരണം ഗൗതം മേനോൻ അദ്ദേഹത്തിൻ്റെ സിനിമയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ചെന്നൈയിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് രാത്രി ഏകദേശം ഒരു 12:30 കൂടിയാണ് റെക്കോർഡിങ് തുടങ്ങുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ആ ഒരു പാട്ട് ആ സിനിമയിലില്ല. ലാസ്റ്റ് മിനിറ്റിൽ, അതായത് ഒരു ആഴ്ച മുമ്പാണ് റഹ്മാൻ സാറിന് തോന്നുന്നത് ഒരു പാട്ടും കൂടി എനിക്ക് കമ്പോസ് ചെയ്യണം. ഈ പാട്ട് പടത്തിലുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയത്തില്ല, പക്ഷെ ഒരു പാട്ടും കൂടി ചെയ്യണം. അങ്ങനെ അദ്ദേഹം ഡയറക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഓക്കെ, പ്രൊമോ സോങ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഈ പാട്ട് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഉണ്ടാവുകയാണ്. ഒരു 4 മണിയോട് കൂടെ പാട്ടിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഗൗതം മേനോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൽഫോൻസ്, ഐ ഹേർഡ് യുവർ സോങ്, നിന്റെ പാട്ട് ഞാൻ കേട്ടു, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. എനിക്ക് നിങ്ങളെ കൂടെ, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ലണ്ടനിൽ ബാഫ്റ്റ തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്, താങ്കളെ കൂടെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് UK വിസ ഉണ്ടോ? ബാക്കി എല്ലാവർക്കും നേരത്തെ UK വിസ എടുത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് UK വിസ എടുക്കാനുള്ള സമയമില്ല. നിങ്ങളുടെ പാസ്പോർട്ടിൽ UK വിസ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം, ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാനപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് UK വിസ ഇല്ലല്ലോ, എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ആണോ, എന്നാൽ കുഴപ്പമില്ല, സാരമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ അന്നേരം കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടാനായിട്ടില്ല. റഹ്മാൻ സാറിൻ്റെ കൂടെ പുറത്ത്, അതും ബാഫ്റ്റ തിയേറ്റർ എന്ന് പറഞ്ഞ അക്കാഡമി അവാർഡ് നൽകുന്ന സ്ഥലം, അവിടെ വെച്ചിട്ട് റഹ്മാൻ സാറിൻ്റെ കൂടെ ഒരു പാട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്നോർത്ത് ഞാൻ പാസ്പോർട്ട് എടുത്ത് ഞാനിങ്ങനെ തുറന്ന് ഓരോ പേജുകളായിട്ട് നോക്കുമ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എക്സ്പയർ ആവുന്ന രീതിയിൽ എൻ്റെ പാസ്പോർട്ടിനകത്ത് UK വിസ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ ഞാനും അതിശയിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് പ്രോഗ്രാമിന് റെക്സ് ബാൻഡിൻ്റെ കൂടെ. ഓരോ പ്രാവശ്യം പോകുമ്പോഴും 15 ദിവസം, 20, 25, 30, മാക്സിമം 2 മാസമൊക്കെയാണ് ഞങ്ങൾക്ക് വിസ അടിക്കുന്നത്. അതിൽ കൂടുതൽ അടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിസ എന്ന് വരേണ്ടതെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാറില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ UK പോയപ്പോൾ ഒത്തിരിയധികം നീണ്ട കാലയളവിലേക്ക് അവരെനിക്ക് വിസ അടിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം മുൻകൂട്ടി കണ്ട് എല്ലാം കാര്യങ്ങളും നിശ്ചയിച്ച് നമ്മളെ വഴി നടത്തുന്നു എന്നുള്ള എൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു. അങ്ങനെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, അവർക്കും സന്തോഷമായി. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഈ പാട്ട് പെർഫോം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഒരു കാര്യം മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പാട്ട് സെക്യുലർ സോങ്ങാണ്, ഒരു സിനിമയിലുള്ള പാട്ടാണ്. ഒരു വ്യക്തി അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പാടുന്നൊരു പാട്ടാണ്. ആരോമലി എന്നാണ് പാട്ടിൻ്റെ പേര്. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ ഞാൻ എൻ്റെ ഈശോയെ ഓർത്താൻ ഞാൻ പാടുന്നത്. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ പാടുന്നത്. ആരോമലി എന്ന് പറയുമ്പോൾ എൻ്റെ ആരോമല് ഈശോയാണ്. ഈശോയ്ക്ക് വേണ്ടി ഞാൻ പാടുന്നത്.
ഞാൻ അങ്ങനെ പാടുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ദൈവാനുഭവം നീ നൽകണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ഒരു പൊട്ടപ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ സ്റ്റേജിലോട്ട് കയറി. ഞാൻ ഈ പാട്ട് പാടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കയ്യടിയും സ്റ്റാൻഡിങ് ഓവേഷനും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിന്റെ പുറകിലേക്ക് ഞാൻ കടന്നു വന്നപ്പോഴേ ഒരു 4-5 ബ്രിട്ടീഷ് ആളുകൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരിങ്ങനെ സൈഡിൽ കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ ഹേ അൽഫോൺസ്, വി ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു സംതിങ്, നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. ഞാൻ പറഞ്ഞു എന്താണ്? അവർ പറഞ്ഞു വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സോങ്, ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു നോട്ട് ദാറ്റ്, സംതിങ് എൽസ് ഈസ് ദേർ. ആർ യു എ ക്രിസ്ത്യൻ? ആർ യു എ ബിലീവർ? ഞാൻ പറഞ്ഞു യെസ്, ഐ ആം എ ബിലീവർ. അപ്പോൾ അവർ പറയായിരുന്നു ഞങ്ങളും ബിലീവേഴ്സാണ്. എനിക്കിതിൻ്റെ എന്താ പറയുക മീനിങ്ങും അർത്ഥമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ലാംഗ്വേജും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ പാട്ട് പാടി തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ എന്തോ ഒരു ദൈവാനുഭവം ഞങ്ങൾക്ക് ലഭിച്ചു ഈ പാട്ടിൻ്റെ സമയത്ത്. സോ ഞങ്ങളത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ദൈവം വന്നാൽ എനിക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി തന്നു. എൻ്റെ മോനെ, നീ വലിയ പ്രസംഗമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയോട് അഗാധമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ, ഈശോയോട് ആഴത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുമെന്ന് ഈശോ പറയുമായിരുന്നു. അതിനുശേഷം ഗൗതം മേനോൻ ഈ പാട്ട് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും പ്രൊഡ്യൂസർ പറഞ്ഞു സിലംബരിച്ചും തൃശ്ശയും വേറെ പടത്തിലേക്ക് ജോയിൻ ചെയ്തു, ഇനി അവരെ വിളിക്കണമെങ്കിൽ എക്സ്ട്രാ കോൾ ഷീറ്റ് കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി ചെന്നൈയിൽ ഫിലിം മാഗസിനിൽ വന്ന ന്യൂസ് പ്രകാരമായിരുന്നു ഡയറക്ടർ ഗൗതം മേനോൻ റീറൈറ്റ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്, ഒരു പാട്ടിന് വേണ്ടി തന്റെ തിരക്കഥ മാറ്റി എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പാട്ട് ഇല്ലാത്തൊരു പാട്ട് ഉണ്ടാകാനും ആ പാട്ട് പടത്തിലേക്ക് വരുവാനും ഈ പടത്തിലെ പ്രോമനന്റ് സോങ് ആയിട്ട് വരാനും ആ പാട്ടിലൂടെ ഞാൻ വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരാനും ഇടയാക്കിയത് എൻ്റെ കഴിവോ മറ്റാരുടെയും കഴിവല്ല, ദൈവം അതിശക്തമായിട്ട് പ്രവർത്തിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം റഹ്മാൻ സാറിൻ്റെ കൂടെ വേൾഡ് ടൂറിന് അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു. അമേരിക്ക, കാനഡ, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം 4 മാസത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ വേൾഡ് ടൂറിന് പോയപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എല്ലാ ദിവസവും എനിക്ക് കുർബാന കാണണം, ഒരു ദിവസം പോലും കുർബാന എനിക്ക് മുടങ്ങാൻ ഇടയാവരുത്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവിടെ ഒരു സ്ഥലം എനിക്ക് പരിചയമില്ല. അങ്ങനെ ഞാൻ ലോസ് ആഞ്ചലസിൽ വന്നിറങ്ങി. അവിടെ ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയാണ് പള്ളിയുള്ളത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു ടാക്സി എടുക്കാം, തൊട്ടടുത്ത് തന്നെ ഒരു $20 കൊടുത്തു കഴിഞ്ഞാൽ ടാക്സിയിൽ പോയി പള്ളിയുണ്ട്, അവിടെ തിരിച്ചു വരാം. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വരാൻ തുടങ്ങി ഡെയിലി. അപ്പം ഞങ്ങളുടെ പ്രാക്ടീസ് തീരുമ്പോൾ രാത്രി 2 മണി 3 മണിയൊക്കെ ആവും. അങ്ങനെ എങ്ങനെയെങ്കിലും വന്ന് കിടന്നാൽ മതി എന്നിട്ടായിരിക്കും എല്ലാവരും വന്ന് കിടക്കുക. പക്ഷെ ഞാൻ രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റ് ഞാൻ പോകും പള്ളിയിലേക്ക്. അങ്ങനെ ആ ലോസ് ഏഞ്ചലസിലത്തെ പരിപാടി തീർന്നു. ഇനി വാഷിങ്ടണിലേക്ക് പോകേണ്ട സമയം. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇനി എങ്ങനെയാണ് പള്ളിയിൽ പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല, നീ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം. ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മലയാളി ചേട്ടൻ പള്ളിയിലുണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു, തൻ്റെ മുഖം കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, തൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു അൽഫോൺസ്. ഓക്കെ, ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു റഹ്മാൻ സാറിൻ്റെ ഷോയ്ക്ക് വന്നു. ഓക്കെ. അങ്ങനെ പുള്ളി പരിചയപ്പെട്ട് വന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എനിക്ക് വാഷിങ്ടണിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ ആരും എനിക്ക് പരിചയമില്ല, എനിക്ക് പള്ളിയിൽ പോകണം. അതേ പറഞ്ഞു അതിനെന്താ, എൻ്റെ സുഹൃത്ത് അവിടെയുണ്ട്, ഞാൻ വിളിച്ച് പറയാം, അത് താങ്കളെ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്ത് പള്ളിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നാക്കി തരും. അങ്ങനെ വാഷിങ്ടണിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി. അങ്ങനെ എല്ലാ സ്ഥലത്തും കുർബാന കാണാനായിട്ടുള്ള സാഹചര്യം കിട്ടി. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ ക്രിസ്മസ് രാത്രി ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പള്ളിയിൽ പോകുന്ന കാര്യം ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നിട്ട് പറഞ്ഞു, 25-ാം തീയതി ഞങ്ങൾക്കും പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ട്, അൽഫോൺസ് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാമോ? അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി. കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട് ബോംബെയിൽ നിന്ന്. അവർ ക്രിസ്ത്യാനിയാണ്, പക്ഷേ കുറേ വർഷങ്ങളായിട്ട് പള്ളിയിൽ പോയിട്ടില്ല. അവർ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അൽഫോൺസ് താങ്ക് യു ഫോർ ടേക്കിംഗ് മീ ടു ദ ചർച്ച്. ഞാനിന്ന് പള്ളിയിൽ ഇരുന്നപ്പോൾ എനിക്ക് എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഓർമ്മ വന്നത്. ഞാൻ എന്തുകൊണ്ടും തിരക്കുകൊണ്ടൊക്കെ ആയിട്ട് ഞാൻ ഈ കുർബാന മുടങ്ങി പോകുമായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലാണ് ഷോ ഒക്കെ നടക്കുന്നത്, അതിൻ്റെ മൊത്തം കോർഡിനേഷൻ ഞാനായതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവം എനിക്ക് കിട്ടി. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദാറ്റ് എക്സ്പീരിയൻസ്.
ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന അനേകം നാൾക്ക് ശേഷം ഞാൻ ബോംബെ പോയപ്പോൾ ഞാൻ ഇവരെ കാണാൻ വേണ്ടി പോയി. അന്നേരം അവരെൻ്റെ അടുത്ത് പറയായിരുന്നു, അൽഫോൻസ്, ഞാനൊരു ധ്യാനം കൂടി ഇന്ന് വളരെയധികം ദൈവത്തിൻ്റെ അനുഭവം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താണ്. നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് ഇന്ന് ചെറിയാനച്ഛനുണ്ട്, കുമാരി സുസ്മിത ചാക്കോ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമുക്കുണ്ടാകുന്നത് അതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ്. ഞാൻ വളരെയധികം ബഹുമാനത്തോടു കൂടെ അപ്പച്ചനെ ഞാൻ ഓർക്കുകയാണ്. അമ്മച്ചി ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള മക്കളെ ഈ ഭൂമിയിലേക്ക് നൽകാനായിട്ട് സാധിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് നിരീശ്വരവാദത്തിലേക്ക് പോയ ഒരാളാണ്. പക്ഷെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുട്ടുമേ നിന്നുള്ള ഒരു പ്രാർത്ഥന കൊണ്ടാണ്. ഞാൻ അവരുടെ പ്രാർത്ഥന ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. ഇന്ന് ഈ ഒരു ഇടവക ഓരോ മാതാപിതാക്കളും മുട്ടുമ കൈ വിരിച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഇടവകയിൽ നിന്ന് അനേകം വിശുദ്ധരുണ്ടാകുന്ന ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരിക്കൽ കൂടെ കുമാരി സുസ്മിത ചാക്കോയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും ഞാൻ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.